അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദമ ഫിൽ മില്ലാഹി സലാത്തൻ ദായിമത്തൻ ബിദവാമിൽ കില്ലാഹ്. ഏറ്റവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം ഇന്ന് എല്ലാവരും അള്ളാഹുലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കേണ്ട പവിത്രമാകുന്ന റംളാൻ ഷരീഫിലേക്ക് അടുത്തു വരുമ്പോൾ അതിന് മുന്നോടിയായിക്കൊണ്ട് നാം കൊയ്തു വെക്കേണ്ട ഒരുപാട് വിത്തുകൾ നടേണ്ട ഒരു മാസത്തിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അതായത് റജബ് മാസം. റജബ് മാസം വളരെ മഹത്വമുള്ള മാസമാണ്. റജബ് എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമുള്ള മാസമാണ്. അതിന് ഒരുപാട് പേരുകളൊക്കെ ഉണ്ട്. റജബിനെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. ഈ 2-3 മിനിറ്റ് പറയുന്നതുകൊണ്ട് ഇതിലൊന്നും അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റജബ് മാസം പൊറുക്കുമ്പോൾ അവിടെ ദുആരക്കാൻ വേണ്ടി എല്ലാ ദിവസവും ദുആരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ. റജബിലും ശഅബാനിലൊക്കെ നമുക്ക് നീ ബറക്കത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് നമ്മൾ എത്തിക്കണമെന്ന് പറയുന്ന പ്രധാനപ്പെട്ട ദുആ അത് എപ്പോഴും നടത്തണം. ആ റജബ് മാസത്തിൽ അള്ളാഹുലേക്ക് മടങ്ങാനുള്ള നാം ഒരുക്കങ്ങൾ, നമ്മളൊരു വീട്ടിൽ എന്തെങ്കിലും മരങ്ങളോ എന്തെങ്കിലും നടണമെങ്കിൽ നട്ട് കഴിഞ്ഞാൽ അതിന് പിന്നെ വെള്ളം വയ്ക്കണം, അതിനെ നോയിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അവസാനം ഒരു വർഷമാകുമ്പോൾ അതിൽ നിന്ന് പഴങ്ങളിങ്ങനെ കൊയ്തെടുക്കണം. ഇതൊക്കെ ചെയ്യാറുണ്ടല്ലോ നമ്മൾ. എന്നതുപോലെ നാം ഇപ്പോൾ വിത്തുകൾ നടുകയാണ്. അതിനെ കൊയ്തെടുക്കുന്നത് പരിശുദ്ധ റമളാൻ മാസത്തിലാണ്. അപ്പോൾ ഇപ്പോൾ നട്ട് ശഅബാൻ അല്ലാഹുമ്മ ഈ റജബിൽ നടുകയാണ്. എന്നിട്ട് റമളാൻ അത് കൊയ്തെടുക്കാൻ കഴിയണം എന്ന് പറഞ്ഞാൽ നാം അള്ളാഹുലേക്ക് അടുത്തുകൊണ്ടിരിക്കണം. റജബ് മാസം വന്നിട്ട് മറ്റുള്ള മാസം പോലെ ആയിക്കൊണ്ടിങ്ങനെ പോയാൽ പറ്റൂല. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഈ മാസത്തിൽ ദിക്റുകളും സലാത്തും ഖുർആനും അതുപോലെ ഔറാദുകളും ആയിക്കൊണ്ട് ധാരാളം ഇതാക്കണം. അപ്പോഴാണ് റമളാൻ നമുക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുക. അല്ലാണ്ട് ഇതിലൊന്നും ചെയ്യുന്നില്ല, റജബിലുമില്ല, ശഅബാനില്ല, റമളാനിൽ മാത്രമാകുമ്പോൾ അത് വലിയ ഭാരമായി ജനങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് തോന്നിപ്പോവുകയാണ്. മാസത്തിൽ ഒരു ഭാരവും റമളാനിൽ കാണുകയുമില്ല. അതുകൊണ്ട് ഈ റജബ് മാസത്തിൽ അള്ളാഹുലേക്ക് ചെല്ലേണ്ട, ഈ റജബ് മാസത്തിന് ആദ്യത്തെ രാവിൽ തന്നെ സൂറത്ത് മുൽക്ക് ഓതൽ അത് വലിയ മഹത്വമുള്ളതാണ്. സൂറത്ത് മുൽക്ക് ഓതണം. പിന്നെന്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്. എല്ലാ റജബ് മാസത്തിൽ എല്ലാ ദിവസവും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് 100 തവണ ചെല്ലണം, 100 പ്രാവശ്യം. അതുപോലെ തന്നെ സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളത് റജബ് മാസത്തിൻ്റെ ആദ്യത്തെ 10 എന്താണ് സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്ന് 100 പ്രാവശ്യം പറയണം, 100 തവണ ചെല്ലണം. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹിൽ അഹദ് സമദ്, സുബ്ഹാനല്ലാഹിൽ അഹദി വസ്സമദ് എന്ന് പറയുന്ന 100 തവണ അതേ 10ന് ശേഷമുള്ള 20 വരെ അത് ചെല്ലണം. അപ്പോൾ ഫസ്റ്റത്തെ 10 സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, രണ്ടാമത്തെ 10 സുബ്ഹാനല്ലാഹിൽ അഹദി സമദ്, മൂന്നാമത്തെ 10 സുബ്ഹാനല്ലാഹിർ റഊഫ് എന്ന് പറയുന്ന 100 തവണ അവിടെയും ചെല്ലണം. ഇതൊക്കെ റജബിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞാണ്. അങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ കൽബുകൾ ശുദ്ധമായി കിട്ടണം. റജബ് മാസം എത്തിയിട്ട് പോലും അള്ളാഹുവിനെ പേടിയില്ലാതെ അള്ളാഹുവിനെ ഓർക്കാതെ നിന്ന് കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ റജബ് മാസത്തിൽ വലിയ മഹത്വമുണ്ടല്ലോ. റജബിനെ പറ്റി ഇപ്പോൾ പറയാൻ തീരൂലല്ലോ. റജബിലാണല്ലോ, റജബ് മാസത്തിലാണ് ഞങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരമൊക്കെയും അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ളതും അവിടെ സ്പോൺസറായി അവിടെ നിന്ന് സമാനമായി കൊടുത്തതും റജബ് 27 അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ റജബിൽ കിടക്കുന്നുണ്ടല്ലോ. റജബിൽ ഒരുപാട് മഹത്വങ്ങൾ കിടക്കുന്നുണ്ട്. ആകയാൽ ആ നിസ്കാരം പോലും സമാനമായി അള്ളാഹുവിൻ്റെ റസൂൽ കൊടുത്തിട്ടുള്ളതും റജബിലാണല്ലോ. അതുകൊണ്ട് ആ റജബിൻ്റെ മഹത്വം വലുതാണ്. റജബിൽ ധാരാളം ദിക്റുകൾ ചൊല്ലണം. ഈ പറയപ്പെട്ട ദിക്റുകൾ ചൊല്ലണം. ഓരോ 10ലും 100 തവണ ചെല്ലേണ്ടതല്ലേ. പിന്നെ സുബ്ഹിൻ്റെ ശേഷവും മഗ്‌രിബിന് ശേഷമായിട്ട് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ അത് 70 പ്രാവശ്യം അതും ചൊല്ലണം. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ എന്നുള്ളത് ചൊല്ലണം. മഗ്‌രിബിന് ശേഷം സുബ്ഹിന് ശേഷം അതൊക്കെ വലിയ നമ്മുടെ ദോഷങ്ങൾ അതൊക്കെ ചൊല്ലിയാൽ നരകത്തേക്ക് പോകൂല, സ്വർഗത്തേക്ക് തന്നെയാ പോവുക. ഇതൊക്കെയാണ് കിതാബിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന 5 സ്ഥലങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഇസ്തജാബും ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ അവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ സൂറത്ത് ജുമാ ദിവസത്തിൽ എന്താണ് ദുആക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2 പെരുന്നാൾ ദിവസങ്ങളിലും ദുആക്ക് ഇജാബത്തുണ്ട്. പിന്നെ അവിടെ പറയുന്ന റജബ് മാസത്തിലും റജബിൽ നിങ്ങൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നതാണ്.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റജബ് മാസം എത്തിയിട്ട് പോലും അള്ളാഹുവിനെ ഓർക്കാതെ, അള്ളാഹുവിനെ ചിന്തിക്കാതെ അങ്ങനെ തന്നെ നടക്കുകയാണെങ്കിൽ എന്താണ് എൻ്റെ മുഅ്മിനീങ്ങളെ നമുക്ക് പറയാനുള്ളത്? അള്ളാഹു തആല നമുക്ക് നൽകിയ ഓഫറിലേക്ക് വരാൻ പോവുകയാണ്. നമുക്ക് ഓഫറായി റമദാനിലേക്ക് പോകുന്ന ഓഫർ അതിനു മുമ്പുള്ള 2 മാസം തന്നിട്ടുണ്ടല്ലോ. റജബൻ ശഅറുല്ലാഹ് വശഅബാൻ ശഹരി വറമദാൻ ഉമ്മത്തി എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ആ റജബിലേക്ക് നമ്മൾ വന്നിട്ട് പോലും റജബ് നമ്മൾ സാധാരണ മാസങ്ങളെപ്പോലെ കാണാൻ പാടില്ല. റജബ് അല്ലാഹുവിലേക്ക് അടുക്കേണ്ട മാസം. ഈ മാസത്തിലെല്ലാം ഒരുങ്ങിക്കണം. ഇങ്ങനെ ഒരുങ്ങിയിട്ട് നല്ല റാഹത്തായിട്ട് എന്നിട്ട് റജബിൽ നോമ്പ് നോക്കലും സുന്നത്തുണ്ട്. അങ്ങനെ ആകിയുള്ള ഏറ്റവും വലിയ മഹത്വമുള്ള റജബ് മാസം വന്നു. ആ മാസത്തിൽ നിങ്ങൾ സാധാരണ മാസം പോലെ കാണരുത്. ഈ മാസത്തിൽ ദുആക്ക് ഇജാബത്തുണ്ട്. 5 സമയങ്ങളിൽ 5 സ്ഥലങ്ങളിൽ 5 സമയങ്ങൾ പറഞ്ഞല്ലോ. 5 കാര്യങ്ങളിൽ ജുമാക്ക് ശേഷമുള്ള ദുആക്ക്, വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്തുണ്ട്. പെരുന്നാളിൻ്റെ 2 പെരുന്നാൾക്ക് ഇജാബത്തുണ്ട്. അതിൽപ്പെട്ട അതുപോലെ തന്നെയാണ് റജബിലും ദുആക്ക് എന്ത് ദുആ ഇരുന്നാലും ആ ദുആക്ക് ഇജാബത്തുണ്ട്. അങ്ങനെ ഒറ്റ ഒരുതി എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്. മാത്രമല്ല റജബ് മാസം എത്തുമ്പോൾ ദുആക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചല്ലോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. ഈ ദുആ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും അത് നമ്മൾ ദുആക്കാൻ തന്നെ വേണം. കാരണം റജബിലും ശഅബാനും ഒക്കെ ബർക്കത്ത്. എന്നിട്ട് പറയുകയാണ് വല്ലിഗ്നാ, ഞങ്ങൾ നീ എത്തിക്കണം അല്ലാ റമദാൻ മാസത്തിലേക്ക്. അതിനു മുമ്പ് നമ്മളെ മരിപ്പിക്കല്ല അല്ലാ. റമദാനിൽ നമ്മൾക്ക് വരണം. റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഖേദിച്ച് മടങ്ങാൻ, ആ നോമ്പ് നോക്കാൻ, എന്നിട്ട് നമുക്ക് സ്വർഗം സമ്പാദിക്കാൻ കഴിയണം. കാരണം ഈ ലോകമെന്നുള്ളത് കുറച്ച് മാത്രമാണ്. ആഖിറം രക്ഷപ്പെടാൻ കഴിയണം. അതുകൊണ്ട് ഈ റജബ് മാസത്തിലും ശഅബാനിലും റമദാനിലും ഈ 3 മാസം, ഈ 2 മാസത്തിലാണ് നമ്മൾ ചെയ്തിട്ട് അവസാനം റമദാനിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഒരുങ്ങേണ്ട മാസമാണ് റജബ്. ആ റജബ് നമ്മൾ സാധാരണ മാസം പോലെ കാണാൻ പാടില്ല. ഒരുപാട് മഹത്വങ്ങൾ ഒതുങ്ങിയിട്ടുള്ളതാണ് റജബ് മാസം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവൾ ദിക്റുകൾ ധാരാളം വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാർ ധാരാളം ചെല്ലുക. യാ ലത്തീഫ് യാ അല്ലാഹ് 129 പ്രാവശ്യം ഈ റജബ് മാസത്തിൽ ചെല്ലുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതല്ലേ 129 പ്രാവശ്യം യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് ചെല്ലുക. അതും ഈ റജബിൽ ധാരാളം നിങ്ങൾ ചെല്ലാൻ വേണ്ടി നോക്കുക. ദിക്റുകൾ ധാരാളം ചെല്ലുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അങ്ങനെയുള്ള ദിക്റുകളൊക്കെ ഇസ്തിഗ്ഫാറൊക്കെ ധാരാളമായി ഈ റജബിൽ ഞാനും നിങ്ങളും ഉണ്ടാക്കിയെടുക്കണം, ചെല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൽബ് ശുദ്ധിയാക്കാനുള്ള നിമിത്തമാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് റജബിൽ വലിയ മഹത്വമുണ്ട്. റജബിലാണ് ഞങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ എല്ലാത്തിൻ്റെ സമാനമായി നമുക്ക് നൽകിയിട്ടുള്ള മാസം റജബ് മാസമാണ്. ആ റജബിനെ നിങ്ങൾ സാധാരണ മാസം പോലെ കാണരുത്. ഈ പറയപ്പെട്ട ദിക്റൊക്കെ ഒരു 10-15 മിനിറ്റേ വേണ്ടൂ. അതുകൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാനേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മകൾ ചെല്ലണം. ഖുൽ ഹുവല്ലാഹു അഹദ് അത് 100 പ്രാവശ്യം ചെല്ലണം. അതുപോലെ സുബ്ഹാനല്ലാഹ് ഹയ്യുൽ ഖയ്യൂം, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി റഊഫ്, ഇതെല്ലാം 100 പ്രാവശ്യം ചെല്ലണം. അതുപോലെ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ 70 പ്രാവശ്യം നിങ്ങൾ ദിവസേന മഗ്‌രിബിന് ശേഷവും അതുപോലെ സുബ്ഹിന് ശേഷം ചെല്ലണം. ഇതെല്ലാം ചെല്ലിയാൽ നമ്മുടെ ഖൽബ് ശുദ്ധിയായി കിട്ടും. കയ്യും അള്ളാഹു അതിനൊക്കെ ആക്കി തരുമാറാവട്ടെ. റജബിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു തആല നമുക്ക് റമദാൻ നോമ്പ് നോക്കാൻ അള്ളാഹുമക്ക് അതിലേക്ക് എത്താനും അള്ളാഹുമക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞവരുണ്ട്. ഞാൻ ഇന്നലെ വന്നിട്ടില്ല. ഇന്ന് രാവിലെ നിങ്ങൾക്ക് ഇട്ട് തരേണ്ടതാണ്. എൻ്റെ ഫോണിലൊരു പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ മുടങ്ങിപ്പോകുന്നത്. നിങ്ങളൊക്കെ ദുആക്കണം. അള്ളാഹു തആല ഖൈറും ബറക്കത്തും എല്ലാവർക്കും ഏറ്റേറ്റി തരുമാറാവട്ടെ. അള്ളാഹു നമ്മളെല്ലാവരും 2 ലോകം അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. അവസാനം ആഖിബത്ത് നന്നായി നമുക്ക് എല്ലാവർക്കും ഈമാൻ സലാമത്തിലായി നമ്മളെ അള്ളാഹു നേരിപ്പിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.